ബംഗ്ലാദേശിനെ കടുത്ത ആരോഗ്യ പ്രതിസന്ധിയിലാക്കി അഞ്ചാം പനി വ്യാപനം കൂടുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമാറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബംഗ്ലാദേശിലെ ആരോഗ്യവകുപ്പിന്റെയും വാക്സിനേഷൻ പരിപാടികളുടെയും ഭാഗത്തുനിന്നുണ്ടായ ഗുരുതരമായ പാളിച്ചകളാണ് പ്രശ്നത്തിന് പിന്നിലെ പ്രധാന കാരണം. രാഷ്ട്രീയ അസ്ഥിരതയും ഭരണപരമായ കെടുകാര്യസ്ഥതയും കാരണം 2025 വാക്സിനേഷൻ എടുത്ത കുട്ടികളുടെ നിരക്ക് 59.6% കുറഞ്ഞു. 2020 ശേഷം രാജ്യത്ത് കാര്യക്ഷമമായ രീതിയിലുള്ള വാക്സിനേഷൻ യജ്ഞങ്ങൾ നടക്കാത്തത് സമൂഹത്തിൽ രോഗപ്രതിരോധ ശേഷി കുറയാനിടയാക്കി. 1 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ് 91% കേസുകളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നത് സ്ഥിതിവിവരക്കണക്കുകളിലെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു. മാർച്ചിൽ മാത്രം 43 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ അഞ്ചാം പനിയാണെന്ന് സംശയിക്കപ്പെടുന്ന മരണങ്ങളുടെ എണ്ണം 216 കടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കുട്ടികൾ ഉൾപ്പെടെ 250 പേരാണ് ഇതുവരെ രോഗബാധയെ തുടർന്ന് മരിച്ചത്. അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ഈ ഗുരുതര സാഹചര്യം ഇന്ത്യക്കും മ്യാൻമറിനും വലിയ ഭീഷണിയാണെന്നും അതിർത്തി കടന്നുള്ള രോഗവ്യാപനത്തിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ധാക്ക, ചട്ടോഗ്രാം തുടങ്ങിയ പ്രധാന നഗരങ്ങൾ അന്താരാഷ്ട്ര യാത്രാ കേന്ദ്രങ്ങളായതിനാൽ വിദേശയാത്രക്കാർ വഴി രോഗം മറ്റ് രാജ്യങ്ങളിലേക്ക് പടരാൻ സാധ്യതയുണ്ട് എന്ന് ഏപ്രിൽ 23 പുറത്തിറങ്ങിയ ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട്. തെക്ക് കിഴക്കൻ ഏഷ്യൻ മേഖലയിൽ പൊതുവെ അഞ്ചാം പനി കേസുകൾ വർദ്ധിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ പുതിയ പ്രാദേശിക വ്യാപനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. 2026 അവസാനത്തോടെ രാജ്യത്ത് നിന്ന് അഞ്ചാം പനിയും റുബല്ലയും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത്. എങ്കിലും അതിർത്തി സംസ്ഥാനങ്ങളിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.